ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടതുപോലെയുള്ള ആനിമേറ്റഡ് വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിലും നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ആനിമേറ്റഡ് വീഡിയോകൾ, നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ ഉള്ള ആനിമേറ്റഡ് വീഡിയോകൾ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ കുറഞ്ഞ MB-യിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സൂബി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കും. ഇതിൻ്റെ പേര് സൂബി എന്നാണ്. നോക്കുക, ഈ ആപ്ലിക്കേഷനാണ് ഇത്. ഞാൻ ഓൾറെഡി എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നും ഇതൊന്ന് ഓപ്പൺ ആക്കിയാണ്. നോക്കുക, ഇതുപോലെയുള്ള പല പല ആനിമേഷനുകൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് 100% ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ ചില ആനിമേഷനുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ആനിമേഷനുകളാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഈ ആനിമേഷനുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതിൽ പർച്ചേസ് ചെയ്യേണ്ട ആനിമേഷനുകളും നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ നോക്കുക, ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷനാണ് ഓൾ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് എല്ലാ ആനിമേഷനുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ചിഹ്നം കാണാൻ സാധിക്കും. ഈ കാണുന്ന ഈ ചിഹ്നത്തിൻ്റെ അർത്ഥം ഇത് പർച്ചേസ് ചെയ്യേണ്ട ഒരു ആനിമേഷനാണ്. അങ്ങനെയല്ലാത്ത ആനിമേഷനുകൾ ഇവിടെ ശ്രദ്ധിക്കുക. ഈ ആനിമേഷൻ്റെ ഇതിൻ്റെ ഫേസ് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഫേസ് ഉള്ള ആനിമേഷനുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫോട്ടോകൾ ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള ആനിമേഷനുകൾ നിങ്ങൾക്ക് നോക്കാം. ഇത് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഫേസ്ബുക്കിൽ ഇതിലൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആനിമേഷനുകൾ ലഭിക്കും. നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ തന്നെ നിങ്ങൾക്ക് ആനിമേഷനുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നോക്കുക, സെറ്റിങ്സിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, അതുപോലെ ട്വിറ്ററിൽ നിന്ന് ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ Gmail ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂബിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആനിമേറ്റഡ് വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കും. അതേപോലെ ട്വിറ്ററിലും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ട്വിറ്ററിലൂടെയും ഷെയർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യാതെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കുക, നിങ്ങൾക്കിവിടെ പല പല കാറ്റഗറി ഇവിടെ തിരിച്ചിട്ടുണ്ട്. സീസൺ എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് കുറേ ആനിമേഷനുകൾ ഇവിടെ ലഭിക്കും. അതേപോലെ മ്യൂസിക്കിൽ നിങ്ങൾക്ക് കുറേ ആനിമേഷനുകളുണ്ട്. നിങ്ങൾക്ക് ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ആനിമേഷനുകൾ ഇവിടെ നിന്ന് ലഭിക്കും. നിങ്ങൾ ഓരോന്നായി ഇവിടെ നോക്കുക. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് നിങ്ങൾക്ക് ഇവിടെ നിന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രീമിയത്തിൽ എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടതാണ്. ഈ പ്രീമിയത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഒട്ടുമിക്ക ആനിമേഷനുകൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൽ ഒരു ആനിമേഷൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. നോക്കുക, ഇത് തന്നെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഈ കാണുന്ന ഈ ആനിമേഷൻ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ലോഡായി വരും. അതിനുശേഷം നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഈ ആനിമേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ആനിമേഷനുകൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് എന്താണോ ആനിമേഷനിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ, അത് നിങ്ങൾക്ക് ഈ കാണുന്ന ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞാനിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ചാനൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് വീഡിയോകൾ ഞാൻ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനത് സ്റ്റോപ്പ് ചെയ്തു. 30 സെക്കൻഡുള്ള വീഡിയോകൾ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ലോ, ഓഫ്, ഹൈ. ഇതിൽ ഈ ഓഫ് എന്നുള്ള ഈ ഓപ്ഷനാണ് നിങ്ങൾ ഇത് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ സൗണ്ട് ആയിരിക്കും ലഭിക്കുന്നത്. ഇത് ഇവിടെ ഒന്നും ഇടത്തോട്ട് നീക്കി ലോ ആണ് വെക്കുന്നതെങ്കിൽ നോക്കുക, അതിൻ്റെ സൗണ്ട് മാറുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, ഓരോ സൗണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റി വെക്കാൻ സാധിക്കും. നോക്കുക, ഹൈയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ സൗണ്ട്
മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വീഡിയോകൾ ഞാൻ കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ഈ ഹൈ എന്നുള്ളതിൽ തന്നെ വെക്കുകയാണ്. അതിനുശേഷം ഇനി ചെയ്യാനുള്ളത് ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. നോക്കൂ, ഇവിടെ ക്രിയേറ്റിംഗ് ആനിമേഷൻ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ആനിമേഷൻ ഇവിടെ ക്രിയേറ്റ് ആവുകയാണ്. നോക്കുക, നമ്മളുടെ ആനിമേറ്റഡ് വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടൈറ്റിൽ വല്ലതും കൊടുക്കണമെങ്കിൽ ഇവിടെ ഒന്ന് കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഹൈ എന്ന് ടൈറ്റിൽ കൊടുക്കുകയാണ്. നോക്കുക, കണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ആനിമേറ്റഡ് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ബർത്ത്ഡേ വിഷസ് അയക്കണമെങ്കിൽ ഇതുപോലെയുള്ള ആനിമേറ്റഡ് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് വിഷ് ചെയ്യാൻ സാധിക്കും. ക്രിസ്മസിനോ അല്ലെങ്കിൽ ഓണത്തിനോ ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള വിഷസ് ഇതുപോലെയുള്ള വീഡിയോകളാക്കി ക്രിയേറ്റ് ചെയ്ത് സുഹൃത്തുക്കൾക്ക് അയക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഞാനിതൊന്നുകൂടെ പ്ലേ ചെയ്യുകയാണ്. വളരെ ഫണ്ണി ആയിട്ട് തോന്നുന്നു ഇത് കണ്ടിട്ട്. ഓക്കെ, നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ ലിപ് മൂവ്മെൻറ്റ്സ് വരുന്നത്. വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ക്രിയേറ്റ് ആയത്. നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇവിടെ സേവ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇത് ഡൗൺലോഡിങ് കാണിക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇത് സേവ്ഡ് ടു ആൽബം എന്നിവിടെ എഴുതി കാണിച്ചു. നമ്മളുടെ മൊബൈലിലേക്ക് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ടായിരിക്കില്ല. കാരണം നമ്മുടെ മൊബൈലിൽ ഇത് ഡയറക്റ്റ് ഡൗൺലോഡ് ആകത്തില്ല. ഇത് സൂബി എന്ന് പറയുന്ന നമ്മളുടെ ഈ ആപ്ലിക്കേഷനിലേക്കാണ് ഇതിപ്പോൾ ഡൗൺലോഡ് ആയിരിക്കുന്നത്. ഇത് നമ്മളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്കിവിടെ ഒരു ഷെയർ ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയകളിലേക്കും നിങ്ങൾക്കിത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഒന്ന് ലഭിക്കും. അതിനുശേഷം മോർ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, മറ്റു ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ലഭിക്കുന്നതാണ്. ഞാനിവിടെ ഒന്നും മെസ്സഞ്ചറിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. മെസ്സഞ്ചർ ഓപ്പൺ ആക്കി നമ്മൾ നോർമലായിട്ട് ഷെയർ ചെയ്യുന്ന അതേ രീതിയിലാണ് മെസ്സഞ്ചറിലൂടെ ഇത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഇവിടെ എഴുതാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഞാനിവിടെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്നുള്ള എൻ്റെ പേജിലേക്കാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഒന്നും ഷെയർ ചെയ്യുകയാണ്. നോക്കുക, ഈ വീഡിയോ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലേക്ക് ഇത് ഇവിടെ ഒന്നും ഷെയർ ആവുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് എങ്ങനെയാണ് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മൈ സൂബീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ വീഡിയോകളും ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തന്നു. ഇനിയും ഈ വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണിച്ചത്. വീണ്ടും ഇതേപോലെ തന്നെ ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. കോപ്പി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ മെസ്സഞ്ചർ ഓപ്പൺ ആക്കി മെസ്സഞ്ചറിലൂടെ ഇത് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇത് സെൻഡ് ചെയ്യുക. ഇപ്പോൾ ഇത് സെൻഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ആക്കുകയാണ്. നോക്കുക, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ കൊടുത്ത ടൈറ്റിൽ ഇവിടെ കാണാൻ സാധിക്കും. ഞാനിതൊന്ന് പ്ലേ ചെയ്ത് വീണ്ടും ഒന്നുകൂടെ കാണിക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് ഇപ്പോൾ പ്ലേ ആയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ വീഡിയോയിൽ അമർത്തി പിടിക്കുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ സേവ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ സേവ് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സേവ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ആവുന്നത് കാണാൻ സാധിക്കും. നോക്കുക, ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ഗാലറിയിൽ നിന്ന് നിങ്ങളെ ഇത് ഓപ്പൺ ആക്കി കാണിക്കാം. ഗാലറി ഓപ്പൺ ആക്കുകയാണ്. നോക്കുക, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആനിമേറ്റഡ് വീഡിയോ ആണിത്. ഞാനിവിടെ ഗാലറിയിൽ നിന്നും ഇതൊന്ന് ഓപ്പൺ ആക്കിയാണ്. MX പ്ലെയർ സെലക്ട് ചെയ്തു.
ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സൂബി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ലഭിക്കത്തില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മറ്റോ ഇത് ഷെയർ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ MB-യിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ യൂട്യൂബിലും മറ്റും ഇത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മോണിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇത് മോണിറ്റൈസ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. ചിലപ്പോൾ അത് മോണിറ്റൈസ് ആകാൻ സാധ്യതയില്ല. നിങ്ങളത് നോക്കുക. അതിന് ശേഷം മാത്രം ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് മോണിറ്റൈസ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നോക്കാൻ സാധിക്കും. നോർമൽ സെറ്റിങ്സേ ഉള്ളൂ. ഇങ്ങനെയാണ് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ഒന്ന് മറ്റൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. ഇത് ഓപ്പണാക്കി അതിനുശേഷം ഈ കാണുന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അത്രയേ ഉള്ളൂ. അത്രയും പറഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. പല രീതിയിലുള്ള സൗണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഞാനിവിടെ ഹൈ സെലക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സൗണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ആകുന്നുണ്ട് വീഡിയോ. ഇതിപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുത്തതിന് ശേഷം സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് സേവ് ആകുന്നതാണ്. ഡൗൺലോഡിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ സേവ് ചെയ്യുന്ന ഓരോ വീഡിയോകളും 14 ദിവസം വരെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് ഞാൻ കാണിച്ചു തന്ന രീതിയിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. 14 ദിവസം കഴിയും ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ്. നിങ്ങൾ 14 ദിവസത്തിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക. ഞാനിതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇത് കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു വളരെ ഇഷ്ടപ്പെടും. ഇതുപോലത്തെ ഫണ്ണി വീഡിയോകളൊക്കെ ഉണ്ടാക്കി കുട്ടികളെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള ആനിമേഷൻസ് നിങ്ങൾക്കിവിടെ ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനലിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.